നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബന്ധു ചതിച്ചതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യത മൂലം നാട്ടിലേക്ക് മടങ്ങാനാകാതെ ഏറെക്കാലമായി ദുബായിൽ ദുരിതത്തിലാണ് രാഘവൻ. ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശി കുന്നപ്പട രാഘവനെയാണ് സാമ്പത്തിക ബാധ്യതകൾ പരിഹരിച്ച് സാമൂഹിക പ്രവർത്തകർ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത്. രാഘവനെതിരെ കമ്പനി 60,000 ദിർഹമിന്റെ കേസ് നൽകിയിരുന്നതാണ് മടക്കയാത്ര മടങ്ങിയതും പരാധീനതയിലാകാനും കാരണം. 60 ദിർഹം പോലും കയ്യിലില്ലാത്ത രാഘവന്റെ ദുരവസ്ഥ ഹൃദയഭേദകമാണ്. 52 വർഷം മുൻപ് പത്തേമാരിയിൽ ഖോർഫക്കാൻ തീരത്ത് എത്തിയതാണ് രാഘവൻ. 18 ദിവസത്തെ ദുരിതയാത്രയ്ക്കൊടുവിലാണ് തീരമണഞ്ഞത്. ഷാർജയിലും ദുബായിലുമായി കുറച്ചു കാലം പ്രവർത്തിച്ചു. പിന്നീട് പ്രതിരോധ വകുപ്പിൽ ജോലി കിട്ടി. അതിനുശേഷം സ്വന്തമായി തയ്യൽ കട തുടങ്ങി. ജീവിതം പച്ച പിടിച്ചു വരുന്നതിനിടയിലാണ് അജ്മാനിൽ ഒരു കമ്പനി തുടങ്ങിയത്. ഇതിനുശേഷം ഒരു ബന്ധു മാസം 10,000 ദിർഹം ലാഭം വാഗ്ദാനം ചെയ്ത് കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. ഇതിലേക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം ദിർഹം രാഘവൻ തന്നെ ചിലവഴിക്കുകയും ചെയ്തു. എന്നാൽ 10 ദിർഹം പോലും ഇദ്ദേഹത്തിന് ലാഭം കിട്ടിയില്ല എന്നത് മാത്രമല്ല, ലൈസൻസ് കാലഹരണപ്പെട്ട വകയിൽ 60,000 ദിർഹത്തിന്റെ കേസിൽ ബന്ധു കുടുക്കി കടന്നുകളയുകയും ചെയ്തു എന്ന് രാഘവൻ പറയുന്നു. ഇതോടെ നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാതാവുകയും ചെയ്തു. ഈ ദുരിതത്തോടൊപ്പം പിന്നീട് അൾസർ ബാധിക്കുകയും ചെയ്തു. കുറച്ചു കാലം ദുബായ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു. ചികിത്സയ്ക്ക് വേണ്ടി വന്നത് 1.5 ലക്ഷത്തോളം ദിർഹമായിരുന്നു. അതിന് നാട്ടിലുണ്ടായിരുന്ന വീടും പറമ്പും വിറ്റു. എന്നാൽ ആശുപത്രിയിൽ അടക്കാൻ ആ തുക മതിയായില്ല. പിന്നീട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ടാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങാൻ കഴിഞ്ഞത്. 2017 വിസ കാലഹരണപ്പെട്ടു. കൂടുതൽ ദുരിതമെന്നോണം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് കിടപ്പിലുമായി. എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിയാൽ മതി എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചിരുന്നത്. അടുത്തറിയുന്നവരുടെ കാരുണ്യത്തിലായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞിരുന്നത്. രാഘവനെ പരിചരിക്കാനായി ഭാര്യ സരോജിനിയെ സന്ദർശക വിസയിൽ കൊണ്ടുവരേണ്ടി വന്നു. സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്പിനിശ്ശേരി, അഡ്വക്കേറ്റ് തലത്ത് അൻവർ, നിയമപ്രതിനിധി ഫർസാന അബ്ദുൽ ജബ്ബാർ, ബഷീർ തിക്കോടി, മുഹമ്മദ് മൊയ്തീൻ എന്നിവർ ദുബായ് ജാഫിലിയയിലെ താമസ സ്ഥലത്ത് രാഘവനെ സന്ദർശിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രശ്നപരിഹാരം ആരംഭിക്കാനുള്ള ശ്രമം നടത്താനും തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അജ്മാൻ ഫ്രീ സോൺ അധികൃതർ, പോലീസ് എന്നിവരുമായി ബന്ധപ്പെട്ടതായും എത്രയും പെട്ടെന്ന് രാഘവന് നാടണയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സലാം പാപ്പിനിശ്ശേരി പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.